ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് പ്രണീത് സുധൻ എന്നാണ്. ഞാൻ പൂങ്കുളമാണ്. പൂങ്കുളം എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ അഗ്രികൾച്ചർ കോളേജ് വെള്ളായണി അതിനടുത്ത് പൂങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ബൈബിൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു എന്നതാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മാതാപിതാക്കളെന്ന് പറയുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. എൻ്റെ മാതാവിൻ്റെ ഭവനം എന്ന് പറയുന്ന നെല്ലിമൂടാണ്. സ്വന്തമായിട്ട് ക്ഷേത്രങ്ങളും ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്ന ഒരു കുടുംബത്തിലാണ് എൻ്റെ മാതാവ് ജനിച്ച് വളർത്തപ്പെട്ടത്. അതുപോലെ തന്നെ എൻ്റെ പിതാവിനും സ്വന്തമായിട്ട് അമ്പലങ്ങളും മറ്റു ഇതുള്ള ആ കോമ്പൗണ്ടിനുള്ളിലാണ് വീട്. അങ്ങനെ രണ്ട് കുടുംബത്തിലുള്ളവർ അങ്ങനെയുള്ള കുടുംബത്തിലായതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഞാനും അങ്ങനെയുള്ള ഒരു പാതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നെ പ്രസവിച്ചത് തന്നെ അവിടെ നെല്ലിമൂട് അമ്പലത്തിൻ്റെ സൈഡിലാണ് എന്നെ പ്രസവിച്ചതെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ രാമായണം, ഭാഗവതം, ഇങ്ങനെ ആത്മീയ കാര്യങ്ങൾ മാത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചിന്തകളും, കൃത്യമായിട്ട് അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ നേർച്ച കാർച്ചകൾ, അങ്ങനെയുള്ള ഒരു ജീവിതവും ഒരു കൃത്യനിഷ്ഠതയോടെ ചെയ്യുന്ന ഒരു കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഞങ്ങളുടെയൊക്കെ കുടുംബം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ പിതാവിൻ്റെ ഒരു മദ്യപാനം തുടങ്ങിയത് മുഖാന്തരം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. ആ കുടുംബത്തിൽ സമാധാനം എന്ന് പറയുന്നത് പിന്നെ ജീവിതത്തിലില്ലായിരുന്നു. എപ്പോഴും ഞങ്ങളെ ഉപദ്രവിക്കുക, എൻ്റെ സഹോദരിയെ ഉപദ്രവിക്കുക, അമ്മയെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നു എൻ്റെ പിതാവിൻ്റെത്. അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ പിതാവിൻ്റെ മദ്യപാന ഉപദ്രവവും കാരണം ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലില്ലായിരുന്നു. സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ വീട്ടിൽ വരുവാൻ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇങ്ങനെ എപ്പോഴും അടിക്കുക, ഉപദ്രവിക്കുക. എന്നിരുന്നാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സ്കൂളിൽ പോകും. സ്കൂളിൽ പോയിട്ട് വന്നിട്ടായിരുന്നെങ്കിലും തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ അമ്പലം മുഴുവനും തൂത്ത് വൃത്തിയാക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പാത്രങ്ങളും കിണ്ടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴുകും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നിരുന്നാലും എനിക്കൊരു മുറിയുണ്ട്. ആ മുറി എന്ന് പറയുന്നത് ഒരു പൂജാമുറിയാണ്. പൂജാമുറി തന്നെയാണ് എൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ കിടക്കുന്നത്. അവിടെ വിളക്ക് കത്തിക്കുക. എൻ്റെ ഇഷ്ട ദൈവം എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ പനങ്കോടെന്ന് പറഞ്ഞ സ്ഥലം നമുക്കെല്ലാം അറിയാം. ഞാൻ എല്ലാ തിങ്കളാഴ്ചയും അങ്ങനെ ശിവൻ കോവിലിൽ പോകുമായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്കൊരു ശിവലിംഗമുണ്ട്, പിന്നെ ഒരു ശിവൻ്റെ ഫോട്ടോയുണ്ട്, ഇങ്ങനെ എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ നിരത്തി ഒരു ചുവര് നിറച്ച് അങ്ങനെ വെച്ചിരിക്കും. അതിൽ ചുവപ്പ്, പച്ച, മഞ്ഞ, ഇങ്ങനെ പല പല കളർ 0 വോൾട്ട് ബൾബുകളൊക്കെ ഇട്ട് പിന്നെ വിളക്ക് കത്തിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ വീട്ടിൻ്റെ ചുറ്റും ഇങ്ങനെ തളിക്കുക. ആ രീതിയിൽ എന്നെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ഈ പിതാവിൻ്റെ മദ്യപാനവും ഞങ്ങളെ ഉപദ്രവിക്കുന്നതും ഈ ഒരു അവസ്ഥ കാരണം ജീവിതത്തിൽ വളരെ സമാധാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലില്ലായിരുന്നു. സമാധാനത്തിന് വേണ്ടി ഞാനിങ്ങനെ അലഞ്ഞ് തിരിയുന്ന, കാരണം ജീവിതത്തിൽ സ്വസ്ഥതയില്ല. അമ്മ എപ്പോഴും കരയുന്ന ഒരമ്മയാണ് ഞാൻ എപ്പോഴും മുഖത്ത് കാണുന്നത്. എപ്പോഴും ഇങ്ങനെ സങ്കടം കൊണ്ട് നിൽക്കുന്ന. എനിക്കൊരു സഹോദരിയുണ്ട്, 2 വയസ്സിന് എളുപ്പമുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് അമ്മയുടെ ഷെയറും എൻ്റെ അച്ഛൻ്റെ ഷെയറും കൂടെ ഏകദേശം 4.5 ഏക്കറോളം വസ്തു ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അച്ഛന് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ഉണ്ടായിരുന്നു. എന്നാൽ ജോലി ഉണ്ടായിരുന്നിട്ട് പോലും മദ്യപിക്കുന്നതിന് വേണ്ടി വസ്തുക്കളെല്ലാം വിറ്റ് അവസാനം 2 ചെറിയ വീടുകളും ഒരല്പ സ്ഥലവും ഒഴിച്ച് ബാക്കിയെല്ലാം വിറ്റങ്ങ് എന്ന് പറഞ്ഞാൽ ഈ മദ്യപിക്കുന്നതിന് വേണ്ടി വസ്തുക്കളെല്ലാം വിൽക്കുമായിരുന്നു. അങ്ങനെ അവസാന സമയങ്ങളിൽ വീടിരിക്കുന്ന സ്ഥലവും കൂടെ അതും വിൽക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അഡ്വാൻസൊക്കെ മേടിച്ച് അതിനും കൂടെ മദ്യപിച്ചിട്ട് താൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനുണ്ടായിത്തീർന്നു. ഞാനീ പറയുന്നതിന് കാരണം ഇതാണ്. അന്ന് മരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് 48 വയസ്സ് പ്രായമുണ്ട്. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് അന്ന് വെറും 31 വയസ്സും 12 വയസ്സുള്ള ഞാനും 10 വയസ്സുള്ള എൻ്റെ സഹോദരിയും. ഈ 3 പേർ മാത്രമാണ് അന്ന് വീട്ടിലുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഈ പിതാവ് ഇത് ലോകത്തുനിന്ന് മാറ്റപ്പെടുകയുണ്ടായി. വരുമാനങ്ങളൊന്നുമില്ല, മൊത്തം കടങ്ങളും മൊത്തം പ്രശ്നങ്ങളാണ്. ജപ്തി ഭീഷണികൾ മുഴങ്ങുന്ന ഒരു കാലഘട്ടം.
അപ്പോൾ ഞങ്ങൾ എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാലും ഞാൻ കൃത്യമായിട്ട് അമ്പലത്തിൽ പോകും. എല്ലാ ദിവസവും വൈകിട്ട് വിളക്ക് കത്തിക്കും. എൻ്റെ മുറി കാര്യങ്ങളെല്ലാം പൂജയും കാര്യങ്ങളെല്ലാം ചെയ്യും. അതിരാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യും. അങ്ങനെ ഉള്ളെങ്കിലും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ മറ്റുള്ള വീടുകളും മറ്റുള്ള കുടുംബങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവരിതൊന്നും ചെയ്യുന്നില്ല എങ്കിലും നല്ല സന്തോഷമായി സമാധാനമായിട്ടൊക്കെ ജീവിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, ഇതൊക്കെ ദൈവങ്ങളാണോ? അല്ലെങ്കിൽ ഞാനിങ്ങനെ സേവിക്കുന്ന ദൈവങ്ങൾക്ക് എന്നെ രക്ഷിപ്പാൻ കഴിയുന്നില്ലായിരുന്നില്ല? എൻ്റെ അച്ഛനെ എനിക്ക് വേണമെങ്കിൽ രക്ഷിച്ചുകൂടായിരുന്നു? ഞങ്ങളുടെ ഈ അവസ്ഥകൾക്കൊരു വ്യത്യാസം വരുത്തിക്കൂടെയോ? ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. ഇതൊക്കെ ആണെങ്കിൽ ഞാൻ ആരോടും പറഞ്ഞില്ല. പിന്നെ ഞാൻ പേടിച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ വഴക്ക് പറയും, എൻ്റെ മാമന്മാർ കൊച്ചന്മാരൊക്കെ വഴക്ക് പറയും എന്ന് വിചാരിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ കരുതി വിളക്ക് കത്തിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെയുള്ള ജീവിതത്തിൽ എനിക്ക് വിശ്വാസം എന്ന് പറയുന്നില്ല. കാരണം ജീവിതത്തിൽ അങ്ങനെയുള്ള വേദനകൾ കൂടി കടന്നു പോകുന്നു. മുള്ളിൻ്റെ മൂട്ടിൽ മുള്ളേ ഉരുക്കുമെന്ന് പറഞ്ഞ പോലെ മദ്യപാനിയുടെ മകൻ മദ്യപാനി ആയിരിക്കും എന്ന് പറഞ്ഞ് ലോകത്തിലുള്ളവർ, വീട്ടിൽ അതേ കുടുംബത്തിലുള്ളവർ, നാട്ടുകാരെല്ലാം നമ്മളെ കളിയാക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ജീവിതത്തിൽ എന്തിന് ജീവിക്കുന്നു, എന്തിന് പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതം. പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ നോക്കുമായിരുന്നു. അമ്മയെ നോക്കുമ്പോൾ എപ്പോഴും കരയുന്ന ഒരു മാതാവ്, പിന്നെ എനിക്കൊരു ഇളയ സഹോദരി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പിന്നീട് ഞാൻ കുറച്ച് പണികളും കാരണം ജീവിക്കാൻ കരുതി കുറച്ച് പണികളും കാര്യങ്ങളോട്ടൊക്കെ ചെയ്തു. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞ സമയത്ത് പിന്നെ കുറച്ച് ഇങ്ങനെ കൂലി പണികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് വരുമാനമില്ലാത്ത ഒരു സ്റ്റേജ് വന്നു. കാരണം ജീവിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ചെറിയ 2 വീടുണ്ടായിരുന്നു. ഒരു ഓലമേഞ്ഞ വീടും ഒരു ഓടറ്റ വീടും ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ചെറുതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വാടകയ്ക്ക് കൊടുക്കാമെന്നുള്ള ഒരു താല്പര്യത്തിൽ അവിടെ ഓടറ്റ ഒരു വീട് ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തു. ആ വാടകയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഓലമേഞ്ഞ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഈ ഓടറ്റ വീട്ടിൽ താമസിക്കാൻ വന്നത് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അവരിങ്ങനെ ഒരു ചർച്ചിൽ കടന്നു പോവുകയും ആരാധനയ്ക്കൊക്കെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾക്കറിയില്ല. അവരിങ്ങനെ വന്നിട്ട് ചില ദിവസങ്ങൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റ് ജോലിക്കൊക്കെ പോകുന്നു, തിരിച്ചു വന്നിട്ട് അതേപോലെ ചെയ്യുന്നു, അമ്പലങ്ങൾ പോകുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങി അവർ ഒരു ദിവസം ഒരു കാസറ്റ് എടുത്തു തന്നു. ഇനിയാണ് ഞാൻ പറയുന്നത്, ഞാൻ എങ്ങനെ രക്ഷയുടെ അനുഭവത്തിൽ വരാനുള്ള സാഹചര്യമാണ് ഞാൻ ഈ പറയാൻ കാരണം. ഈ കാസറ്റ് വേറെ ഒന്നുമല്ല, ഒരു കാസറ്റ് എടുത്ത് തന്നിട്ട് അതിലെ കാസറ്റിലെ കാര്യങ്ങളോ ഒന്നും അവർ പറഞ്ഞില്ല. ഇന്നത്തെ പോലത്തെ ഓഡിയോ കാസറ്റ്, ഇന്നത്തെ പോലത്തെ വീഡിയോ കാസറ്റോ CD പ്ലെയറൊന്നും അല്ല. പഴയ മോഡലിലുള്ള ഫിലിം കറങ്ങുന്ന ഒരു ആഡിയോ കാസറ്റാണ്. അതിലൊരു 30 മിനിറ്റ് ഒരു സൈഡ് കേൾക്കാൻ പറ്റും, ബാക്കി കേൾക്കണമെങ്കിൽ തിരിച്ചിടണം. അങ്ങനെ ഒരു 30, അങ്ങനെ എല്ലാം കൂടെ 1 മണിക്കൂറുള്ള ഒരു കാസറ്റാണ്. അപ്പോൾ ആ കാസറ്റ് എനിക്ക് തന്നതിന് ശേഷം പറഞ്ഞു, ബ്രദർ ഇതൊന്ന് കേട്ട് നോക്കണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മേടിച്ചു വെച്ച് എൻ്റെ അന്ന് തന്നെ, കാരണം പിറ്റേ ദിവസം അവർക്ക് റിപ്ലൈ കൊടുക്കണമെന്നുള്ളത് കൊണ്ട്, ഇത് കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ടല്ല, തിരിച്ചടുത്ത ദിവസം ഒരു മറുപടി പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ നേരത്ത് ഈ കാസറ്റ് എടുത്തിട്ടു. എൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പൂജാമുറിയാണ്. ഈ പൂജാമുറിയിൽ ഒരു സൈഡ് ഒരു കട്ടിലുണ്ട്, ഒരു ചെറിയൊരു മേശയുണ്ട്, ഒരു 40 വാട്ട്സിൻ്റെ ഒരു ബൾബുണ്ട്. അല്ലാതെ ഈ ഫോട്ടോകളിൽ തൂങ്ങിക്കിടക്കുന്ന കുറച്ച് 0 വോൾട്ട്, ഒരു 5-6 0 വോൾട്ട് ബൾബുണ്ട്. ഇത്രയും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ രാത്രി ഒരു 9-10 മണി സമയത്തൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കാസറ്റ് ഇടുവാനിടയിൽ തീർന്നു. അതിലുള്ള ഒരു ചുരുക്കം ഞാനിങ്ങനെ പറയാം. ഓട്ടോ ഡിവൈൻ സെൻറ്ററിൽ ശുശ്രൂഷിച്ചിരുന്ന അരവിന്ദാക്ഷ മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യങ്ങളും അദ്ദേഹം പഠിച്ച വേദങ്ങളിൽ കൂടെ യേശുക്രിസ്തു ആരാണെന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യവും കുറച്ച് കാര്യങ്ങളും മാത്രം അടങ്ങിയെന്ന ഒരു കാരണം ഈ 1 മണിക്കൂർ. വേറെ ഒന്നുമല്ല, താൻ ഒരു മേനോൻ കുടുംബത്തിലൊരു വ്യക്തിയായിരുന്നു. താൻ സ്വന്തമായി അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, അതിൽ പൂജകളും കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ പിന്നീട് ഇതൊന്നുമല്ല, താനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാറി. അത് കഴിഞ്ഞതിന് ശേഷം ദൈവമില്ല എന്ന് പറഞ്ഞൊരു നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെ വക്താവായി തീർന്നു. അതും കഴിഞ്ഞതിന് ശേഷം താൻ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം പ്രസംഗിച്ച് ഇവിടെ ഒന്നും ദൈവങ്ങളൊന്നുമില്ല എന്ന് പ്രസംഗിച്ച് നടന്നു. പിന്നീട് താൻ വേദങ്ങൾ പഠിക്കാൻ തുടങ്ങി. പണ്ട് വരുന്ന പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കിയപ്പോൾ വേദങ്ങളിൽ കൂടി ഉപനിഷത്തുകളിൽ കൂടി പ്രജാപതി എന്ന് പറയുന്ന ഒരാളുണ്ടെന്നും
ആ പ്രജാപതി യേശു ക്രിസ്തുവാണെന്നുള്ളതും അതിനെയൊക്കെ കോർത്തിണർക്കിക്കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം സമർത്ഥിച്ചുകൊണ്ട് ഒരു 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 മനുഷ്യപുത്രൻ ഇങ്ങനെ യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ അരമണിക്കൂർ കൊണ്ട് എന്തൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ബാക്കി കേട്ട് അവസാനിപ്പിക്കണം എന്ന് കരുതി ഞാൻ ബാക്കിയൂടെ കേട്ടിട്ട് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ ആ ബാക്കി അങ്ങ് ഇട്ടു. സൈഡ് ഇട്ടിട്ട് അതിൻ്റെ മറ്റേ സൈഡ് ഇട്ട് കേൾക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ, അതിൽ തീർന്ന് അവസാനം താൻ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തു തനിക്ക് വലിയ സന്തോഷവും വിടുതലൊക്കെ കൊടുക്കുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഇനി പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയൊരു ഭാഗം. ഈ 1 മണിക്കൂർ കേൾക്കേണ്ട, അതായത് ഒരു സൈഡ് അരമണിക്കൂർ മാത്രമേ ഉള്ളൂ, അതിനെ തിരിച്ചിടുമ്പോൾ മാത്രമാണ് അരമണിക്കൂർ. അങ്ങനെ എല്ലാം കൂടെ 1 മണിക്കൂർ നിറഞ്ഞ ഈ കാസറ്റിൽ ഇനി എൻ്റെ കൈ അറിയാതെ, ഞാൻ മനഃപൂർവ്വം, എനിക്ക് ഒരിക്കലും താല്പര്യമില്ല വീണ്ടും വീണ്ടും കേൾക്കണം, എന്നാൽ ഞാൻ അറിയാതെ ഈ കാസറ്റ് വീണ്ടും തിരിച്ചിടാനിടയെത്തിയിരുന്നു. അപ്പോൾ അത് വീണ്ടും ഒന്നേന്ന് കേൾക്കാൻ തുടങ്ങി. ഓരോ പ്രാവശ്യവും ഇങ്ങനെ അരമണിക്കൂർ വെച്ച് മറിച്ചും തിരിച്ചും അങ്ങനെ ഒരു 5-6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് കേട്ടു. വാസ്തവത്തിൽ 1 മണിക്കൂർ കൊണ്ട് കേട്ടിട്ട് കിടന്നുറങ്ങേണ്ട ഞാൻ നേരം വെളുക്കുന്നവരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടു. അതായത് അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ, ഇങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ മേനോൻ കുടുംബത്തിൽ അരവിന്ദാക്ഷ മേനോൻ എന്ന് പറയുന്ന ആൾ, താനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പിന്നെ പിന്നീട് തന്നെ നിരീശ്വരവാദിയായി. പിന്നീട് താൻ പ്രജാപതി എന്നുള്ള ഇതൊക്കെ കുറിച്ച് പഠിച്ചു. താൻ യേശു ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് താൻ അവസാനം യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതും തൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകിയ കാര്യങ്ങൾ ഇതെല്ലാം കുറിച്ച് മനസ്സിലാക്കാനിടയിത്തീർന്നു. അങ്ങനെ വന്ന സമയത്ത് ഞാനും അതുപോലെ ഒരു വെളുപ്പാങ്കാലം 3-3:30-4 മണിയുടെ അനുഭവത്തിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഈ 6 മണിക്കൂർ കണ്ടിന്യൂസ് കേട്ടതിന് ശേഷമാണ് ഇങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് എനിക്ക് പ്രാർത്ഥനയൊന്നും അതുവരെ ആരോടും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, ബൈബിൾ എനിക്ക് അറിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിഞ്ഞുകൂടാത്ത ഞാൻ ആ പൂജാമുറിയിൽ നിന്നുകൊണ്ട് മുട്ടിന്മേൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. മേനോൻ കുടുംബത്തിലെ അരവിന്ദാക്ഷ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ഇത്രമാത്രം സ്നേഹിച്ചെങ്കിൽ, ഇങ്ങനെ ഒരു ഹൈന്ദവനായി ഇങ്ങനെ വേദങ്ങൾ പഠിച്ച ഇത്രയും വലിയ കുടുംബത്തിലുള്ള ഒരാളിനെ ദൈവം സ്നേഹിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് യേശു വന്ന് ഇത്രയും വിടുതൽ കൊടുത്തെങ്കിൽ, എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എനിക്ക് സമാധാനമില്ല, എനിക്ക് ലോകത്തിൽ ജീവിക്കണമെന്നില്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും എന്നെ വേണ്ട, അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം എന്നെ രക്ഷിക്കണമേ, യേശുവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ആ മുറിയിൽ വെറും 40 വാട്ട്സും 0 വാൾട്ട് കുറച്ച് ബൾബുകളും മാത്രമുണ്ടായിരുന്ന ആ പൂജാമുറിയിൽ അത്യുജ്വലമായ ദൈവം, തേജോമനായ ദൈവം അവിടെ ഇറങ്ങി വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് കണ്ണ് തുറക്കുവാൻ പോലും പറ്റിയില്ല. അത്രമാത്രം ഒരു വെളിച്ചം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ആ വെളിച്ചമെന്ന് പറഞ്ഞാൽ എനിക്കൊരു 1000 വാട്ട്സ് ബൾബുകളിങ്ങനെ നിരത്തി ആ മുറിയിലിട്ടാൽ കണ്ണ് തുറക്കാൻ പോലും പറ്റില്ല. അത്രയും വെളിച്ചമായിരുന്നു ആ മുറിയിലേക്ക് കടന്നു വന്ന. ഭയങ്കര സമാധാനമായി എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു കറണ്ട് അടിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു പ്രകാശം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതുപോലുള്ള ഒരു വലിയൊരു സമാധാനം, വലിയൊരു സന്തോഷം എനിക്ക് വന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ മനസ്സൊക്കെ അങ്ങ് ഫ്രീ ആയി. എനിക്ക് എന്തോ ഒരു ഭയങ്കര അടക്കി വയ്ക്കാൻ പറ്റാത്തൊരു സന്തോഷം വന്നു. എന്നാൽ എൻ്റെ അമ്മയോട്, എൻ്റെ സഹോദരിയോടൊന്നും ഞാൻ പറയാതെ മിണ്ടാതെ എന്നിട്ട് ഞാൻ അടുത്ത ആഴ്ചകളിൽ ചില ചർച്ചുകളിലോട്ട് രഹസ്യമായി കടന്നുപോയി. തൊട്ടടുത്തുള്ള പാലപ്പൂര്, കോളിയൂർ, ഇങ്ങനത്തെ അടുത്തടുത്ത ചർച്ചുകളിലേക്ക് കടന്നുപോയി. പിന്നീട് ഞാൻ ഇങ്ങനെ ഓരോന്നും പഠിക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനിറ്റി എന്താണ്, ബൈബിൾ എന്താണ്, ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഒളിച്ചു നിന്ന് ഇങ്ങനെ രഹസ്യമായിട്ടൊക്കെ ഒരു പള്ളിയിൽ പോകുന്നു. അങ്ങനെ ഇരിക്കവേ ഞാനൊരു പോസ്റ്റ് ശ്രദ്ധിക്കാനിടയിത്തീർന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ബ്രാഹ്മണനായ സായിറാം ബാബു പുത്തരിക്കണ്ടത്ത് ദൈവവചനം ശുശ്രൂഷിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. ആ ഒരു ഫ്ലെക്സ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, അദ്ദേഹത്തിൻ്റെ പേര് റാം ബാബു എന്നാണ്. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് സായിറാം ബാബു. അപ്പോൾ വേറൊരു സ്റ്റേറ്റിലുള്ള ഒരാൾ പുത്തരിക്കണ്ടത്ത് വന്ന് ബ്രാഹ്മണനായ ഇദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തിനു പ്രസംഗിക്കുന്നു? അതെൻ്റെ മനസ്സിൽ അങ്ങനെ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എന്തെങ്കിലും സത്യം കാണാതിരിക്കത്തില്ല. അപ്പോൾ ഇതൊന്ന് കാണുവാൻ ആരും അറിയാതെ ആ ഡേറ്റൊക്കെ ഞാനിങ്ങനെ ഓർമ്മിച്ച് വെച്ചു. അടുത്ത മാസങ്ങളിലെ ഏതൊരു ദിവസമാണ് ഇത്. ഞാൻ ഓർമ്മിച്ച് വെച്ചിട്ട് ഒരു ദിവസം ആരും അറിയാതെ വൈകിട്ട് അവിടെ നിന്ന് പൂങ്കുളത്ത് നിന്ന് ബസ് കയറി ഈസ്റ്റ്കോട്ട് വന്നിറങ്ങിയ സമയത്ത് പുത്തരിക്കണ്ടത്ത് വലിയ ആരാധനകളും കാര്യങ്ങളും ഞാൻ കണ്ടു. എന്നാൽ ഞാൻ ആരും കാണാതെ
രഹസ്യമായിട്ട് ബാക്കിൽ വന്ന് ഇങ്ങനെ ഒളിച്ചു നിന്നു. ഇതൊക്കെ എന്താണെന്ന് ശ്രദ്ധിക്കാൻ, ഈ റാംബാബു ആരാണെന്നും അദ്ദേഹം എന്താണ് പറയുന്നതെന്നും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എന്താണെന്നൊക്കെ കേൾക്കാൻ ഒരു താല്പര്യമുള്ളതുകൊണ്ടാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ പറയട്ടെ, അവിടെ വച്ച് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരുന്ന ആ പ്രിയ കുടുംബം എന്നെ കാണുവാനിടയെത്തിയിരുന്നു. ഈ കാസറ്റിൻ്റെ കറക്റ്റ് റിപ്ലൈ പോലും ഞാൻ അവർക്ക് കൊടുത്തില്ല. പക്ഷേ അവർ ഓടിക്കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രദർ എന്താ ഇവിടെ വന്നത്? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വെറുതെ ഒരു ചെറിയ കള്ളം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ബസ്സിൽ വന്നിറങ്ങി ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ടതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അവരെന്നെ കൈ പിടിച്ചു കൊണ്ടുവന്ന് പൂങ്കുളത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് എന്ന് പറയുന്ന അവിടെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്. ദാസൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇവരുടെ വീട്ടിലാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഇന്ന കാര്യങ്ങൾ, ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് ഇവരുടേതാണെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർക്ക് വളരെ സന്തോഷമായി, കൈയൊക്കെ തന്ന് പ്രൈസ് ദി ലോർഡൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, കൊള്ളാം, എന്തായിരുന്നാലും ബ്രദറിനെ കാണണമെന്നൊക്കെ ഞങ്ങൾക്ക് ഇരിക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്യണം, ഈ വരുന്ന വെള്ളി, ശനി, ഞായർ ഉപവാസ പ്രാർത്ഥനയുണ്ട്, അവിടെ വരിക, നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറും, യേശു നിങ്ങൾക്ക് സമാധാനം തരും, വലിയ സന്തോഷം തരും. നിങ്ങളുടെ പിതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടെങ്കിൽ യേശു നല്ല പിതാവായി നിങ്ങൾക്ക് കൂടെ ഉണ്ടായിത്തീരും. നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളും ഉണ്ടെങ്കിലും യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിങ്ങൾക്ക് നല്ല സമാധാനം തരുമെന്നൊക്കെ പറഞ്ഞു. ആ വാക്കുകളൊക്കെ എനിക്ക് വളരെ സമാധാനം ഉണ്ടാക്കി. തിരിച്ച് ഞാൻ അടുത്ത ദിവസം വരാമെന്നും പറഞ്ഞു, വെള്ളിയാഴ്ച തന്നെ വരാമെന്നും പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ, ഞാൻ പറയട്ടെ, അന്ന് രാത്രി എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഭയങ്കര ചിന്തയായിരുന്നു. അയ്യോ, ഞാൻ അവിടെ പോകണമോ? ഒരു പെന്തക്കോസ്ത് ചർച്ചല്ലേ, അവിടെ എങ്ങനെ എനിക്ക് കടന്നു പോകാൻ പറ്റും? അത് മോശമല്ലേ എന്നൊക്കെ ഉള്ളൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായി. പെട്ടെന്നൊരു ശക്തി, ഒരു മനസ്സ്, ഒരു മനുഷ്യൻ വന്ന് എൻ്റെ തൊട്ടടുത്ത് ചെവിയിൽ പറയുന്നത് പോലെ, നീ അവിടെ പോകണം, പോയാൽ നിൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരും എന്നുള്ളതൊരു ചെവിയിൽ. എന്നാൽ വീണ്ടും ഇടത്തെ ചെവിയിൽ വേറൊരാൾ വന്ന് എന്നെ മന്ത്രിക്കുന്നു, നീ അവിടെ പോകരുത്, ഒരിക്കലും പോകരുത്, അവിടെ പോയാൽ വലിയ പ്രശ്നമാണെന്ന് പറയുന്നു. ഇങ്ങനെ രണ്ട് ചെവികളിൽ മാറി മാറി ഓരോരുത്തർ വന്ന് പുറകിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സൗണ്ട് ഞാൻ ശ്രദ്ധിക്കാനിടയിൽ തീർന്നു. എനിക്ക് വളരെയധികം കൺഫ്യൂഷനായി, പോകണമോ പോകണ്ടേ എന്നുള്ള. എന്തായിരുന്നാലും ഒരാളെടുത്ത് പറഞ്ഞതല്ലേ, ഞാൻ പോകാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനവിടെ പോയി. ഒരു ആരാധന നടക്കുന്ന സമയം, വെള്ളിയാഴ്ച, ആരും അറിയാതെ എൻ്റെ കൊച്ചിച്ചനും എൻ്റെ ബന്ധുക്കളെല്ലാം പൂങ്കുളം ജംഗ്ഷനിലാണ് താമസിക്കുന്നത്. എന്നാൽ അവരെയൊക്കെ ഒളിച്ച് ഞാൻ മിണ്ടാതെ രഹസ്യമായിട്ട് അവിടെ ഒരു കർത്താവദാസനൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അവിടെ ഒരു വീടാണ്, ആ വീട്ടിൽ റൂം, ഇങ്ങനെയുള്ള ബെഡ്റൂമുകൾ, സിറ്റ് ഔട്ട്, ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ എൻ്റെ പുറകിൽ ഒളിച്ചിരുന്നു. കാരണം പുറകിലിരുന്നാൽ എല്ലാം കാണാമല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ പുറകിലിരിക്കുകയായിരുന്നു. അന്നവിടെ വന്ന കർത്താവിൻ്റെ ദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മകനെ, നീ ഇവിടെ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. നീ വരണമോ വരണ്ടേ എന്നുള്ള ചിന്തകൾ കഴിഞ്ഞ രാത്രിയിൽ നിന്നോട് സംസാരിച്ചത് അത് ഞാൻ തന്നെയാണ്. നീ മടി കൂടാതെ വന്നത് മുഖാന്തരം ദൈവം നിന്നെ അനുഗ്രഹിക്കും. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ഞാൻ എൻ്റെ അമ്മയോട് പറയാത്തത്, എൻ്റെ കൂട്ടുകാരോട് പറയാത്തത്, ആർക്കും അറിഞ്ഞുകൂടാത്ത ഞാൻ രഹസ്യമായി കൊണ്ടുവച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെ ഞാൻ അന്ന് പകൽവേളയിൽ കാണുവാനിടയെത്തീർന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, ഇങ്ങനെയും ഒരു ദൈവമുണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മളിങ്ങനെ ഒളിച്ച് നടക്കുന്ന കാര്യങ്ങൾ പോലും വെളിപ്പെടുത്തുന്ന ഒരു സർവശക്തനായ ദൈവത്തെ ഞാൻ അവിടെ കാണുവാനിടയെത്തീർന്നു. അദ്ദേഹം മാത്രമല്ല, ഇപ്രകാരം കൂടി പറഞ്ഞു, നീ ഇങ്ങനെ വന്നതുകൊണ്ട് നിൻ്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതിയ ഒരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ, ആത്മീയമായിട്ട് നിനക്ക് രണ്ട് അടയാളങ്ങൾ ദൈവം നിനക്ക് തന്നിരിക്കുന്നു. ഒന്ന് ആത്മീയ അടയാളമാണ്, അതായത് നിൻ്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമതായി ഇന്ന് തന്നെ നിനക്കൊരു അടയാളം ദൈവം നിനക്ക് തരും. അതൊരു ഭൗതിക നന്മയായിരിക്കും, ഭൗതിക അടയാളമായിരിക്കും. എനിക്കത് അവിടെ വെച്ചൊന്നും തോന്നിയില്ല എങ്കിലും എല്ലാവരും എനിക്ക് ഇങ്ങനെ പറഞ്ഞ അസുഖമാണ്, പേരൊക്കെ ചോദിച്ച് വളരെ സന്തോഷത്തോടെ ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ IGS, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു കത്ത് പോസ്റ്റ്മാൻ അവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ആരോഗ്യ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ മലപ്പുറത്ത് ഒരു LD ക്ലർക്കായിട്ട് ജോലി ചെയ്യാനുള്ള അഡ്വൈസ് മെമ്മോയാണ് അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ കാണുവാനിടയെത്തീർന്നത്. എനിക്ക് ഭയങ്കര വിശ്വാസമായി, വലിയ സന്തോഷമായി. കാരണം വർഷങ്ങളായി ഞാനൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 18 വയസ്സ് മുതൽ ഞാൻ കാത്തിരിക്കുകയാണ്. ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഇനി ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല എന്നുള്ള കാര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഒരുപാട് കേസും കാര്യങ്ങളുമായിരുന്ന അതിൽ എനിക്ക് ആരോഗ്യവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലർക്കായിട്ട് ജോലി കിട്ടാനുള്ള അഡ്വൈസ് മെമ്മോ കണ്ടപ്പോൾ എനിക്ക് കൂടുതലായി കർത്താവിനെ സ്തുതിക്കാൻ എനിക്ക് തോന്നി. ഞാനീ പറയാൻ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ
ദൈവത്തെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ നന്മകളും വലിയ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ ദൈവം പകർന്നു തന്നത്. പിന്നീട് ഞാൻ ആ ഒരു പള്ളിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓരോ വിഷമഘട്ടങ്ങളിലും എന്നോട് ഇടപെടുന്ന, അല്ലെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ സമാധാനിപ്പിക്കുന്ന ഒരു ദൈവത്തെ കാണുവാനും ആ ദൈവത്തെ രുചിച്ചറിയാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലേ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നു. വളരെയധികം തിരക്കും പ്രശ്നങ്ങളും ഒത്തിരി കാര്യങ്ങളുള്ള ഒരുപാട് ടെൻഷൻ പിടിച്ച ജോലിയാണ്. പക്ഷേ അവിടെയൊക്കെ ഓരോന്ന് മാനേജ് ചെയ്യാനും ഓരോരുത്തരോട് എങ്ങനെ ഇടപെടണമെന്നുള്ളതും ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് ജോലി ചെയ്യാനൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു കൃപയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കത് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകളും, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ദൈവം എനിക്ക് തന്നതാണെന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്: നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നുകൊണ്ട് നമ്മൾ യഥാർത്ഥ ദൈവത്തെ നമ്മൾ അറിയുകയാണെങ്കിൽ, യഥാർത്ഥ ദൈവം ആരാണെന്നുള്ള മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ, വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ദൈവം പകരും, വലിയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകും. ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.